ഇത്രയും ട്വിസ്റ്റ് സിനിമകളിൽ പോലും കണ്ടിട്ടില്ല. അമ്മാതിരി ട്വിസ്റ്റുകളാണ് ധർമ്മസ്ഥലിയിലെ ആ ഒരു കേസിൽ സംഭവിക്കുന്നത്. എൻ്റെ പോഡ്കാസ്റ്റ് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു ഇതൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും, ഇതിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ അന്നേ പറഞ്ഞാണ്, അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, ആർക്കും ഒരു കൃത്യമായിട്ടൊന്നും അറിയില്ല. കുറേയൊക്കെ റൂമേഴ്സാണ്. അപ്പോൾ കുറേ കൺഫേംഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് അവിടെ നടക്കുന്നത് നമുക്കൊന്ന് നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഇതാണ് നമ്മുടെ മാസ്ക്ഡ് മാൻ. അതിനെ പോലെ ഹുഡൊക്കെ ഇട്ട് മറ്റേ മൂടിയൊക്കെ ഇട്ട് വന്ന ആളില്ലേ, എവിഡൻസ് ഉണ്ട് 400 പേരെ കൊന്നു എന്നൊക്കെ പറഞ്ഞ് വന്ന ആളില്ലേ, അതാണ് ഇയാൾ. ചെന്നൈയാന്നോ അങ്ങനെ എന്തോ ആണ് ഇയാളുടെ പേര്. ഇയാളുടെ ഐഡൻറ്റിറ്റി ഒക്കെ ഇപ്പോൾ എല്ലാവർക്കും പുറത്തായിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ, ഇയാളിപ്പോൾ എന്തിനാ അറസ്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ ആദ്യം മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് മൊഴി കൊടുക്കാൻ പോയപ്പോൾ ഇയാളുടെ കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നു, അതിൽ കുറച്ച് സ്കെൽറ്റൻസും ഒരു സ്കള്ളൊക്കെ ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ സ്കള്ള് ഒരു ഫീമെയിലിൻ്റെ ആണെന്നാണ് ഇയാൾ അന്ന് പറഞ്ഞത്. അത് ഫീമെയിലിൻ്റെ അല്ല. അവർ കെമിക്കൽ ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ അതൊരു മെയിലിൻ്റെ ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞിട്ടാണ് ഇയാളിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാളുടെ ഒരു മൊഴി അപ്പോൾ ഫസ്റ്റ് തൊട്ടേ അപ്പോൾ എന്തോ ഒരു ഇതുണ്ട് എന്നല്ലേ. ഇനി അടുത്തത് ഈ അമ്മച്ചിൻ്റെ കാര്യമാണ്. സുജാത ഭട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയാണിത്. ഇവരുടെ മകൾ അനന്യ ഭട്ടിനെയും ഇതുപോലെ കാണാതായി എന്ന് പറഞ്ഞിട്ടാണ് ഈ കേസൊക്കെ കൊടുത്തത്. അപ്പോൾ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നോക്കുമ്പോൾ ഇവർ പറയുന്നതിലും കുറച്ച് ഇവർ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ കുറേ കൺഫ്യൂഷൻസ് ആണ്. ഇവർക്ക് ആക്ച്വലി മക്കളില്ല എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. ഇത് ബയോളജിക്കൽ മകളല്ല, ഇത് വേറെ ഫ്രണ്ടിൻ്റെ മകളാണെന്നൊക്കെയാണ് ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. ഇവർ മാറ്റി പറയുന്നുണ്ട്. ഇവരാണ് പറഞ്ഞത്, എന്നെ പറഞ്ഞു വിട്ടത് ഗിരീഷ് മട്ടന്നവർ എന്ന് പറഞ്ഞിട്ടുള്ള ജയൻ എന്ന് പറഞ്ഞിട്ടുള്ള 2 ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇൻ്റർവ്യൂ ഒരു കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് മാറ്റിയും പറഞ്ഞു. ഇതിപ്പോൾ അവർ മാറ്റി പറയുന്ന വീഡിയോ ആണ്. അവർ ഒളിവിലാണെന്നൊക്കെയാണ് അവിടുത്തെ ന്യൂസ് ചാനൽസ്, കന്നഡ ന്യൂസ് ചാനൽസ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രൂഫിന് വേണ്ടിയിട്ട് ബാക്കിൽ ടിവിൻ്റെ മുന്നിൽ വന്നിട്ട് ഞാൻ എവിടേക്കും പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ട് എന്ന് പറയുന്ന വീഡിയോ ആണിത്. ഇനി ഇതിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇത് ഡിസ്ക്രെഡിറ്റിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. അതായത് 10 അലിഗേഷൻ ഉണ്ടെങ്കിൽ ഒരാളുടെ പേരിൽ ഒരെണ്ണം ഫേക്ക് ആണെന്ന് ഇവർക്ക് എങ്ങനെയെങ്കിലും പ്രൂവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഈ 9 എണ്ണത്തിന് വാലിഡിറ്റി ഇല്ലാതെ ആവും. എവിടെ? കോടതിയിലാവില്ല, ഈ ആൾക്കാരുടെ ഇടയിലും ഈ മീഡിയൻ്റെ ഇടയിലും ആവും. അതുതന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. തുടങ്ങിയത് എവിടെയാണ്? സൗജന്യ എന്ന് പറഞ്ഞിട്ടുള്ള പെൺകുട്ടീനെ റേപ്പ് ചെയ്ത് കൊന്നു, അതിന് പ്രൂഫില്ല, അതിനെ ആരെ ചെയ്തതെന്ന് ഇതുവരെ പോലീസ് കണ്ടുപിടിച്ചിട്ടില്ല. അവർ കണ്ടുപിടിച്ച ആളിനെ കോടതി വെറുതെ വിട്ടു, എവിഡൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണല്ലോ ഇത് സ്റ്റാർട്ട് ചെയ്തത്. അനന്യ ഭട്ടും ബാക്കിയുള്ളവരൊക്കെ ഇടയ്ക്ക് വന്നതല്ലേ. അപ്പോൾ ഇപ്പോൾ സൗജന്യക്ക് ഇനി ആ കേസ് ഇനി ഇവർ എടുക്കുക പോലും ഇല്ല, എല്ലാം ഇവർ ഫേക്കാണെന്ന് പറയും.